രാജ്യം പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ എല്ലാവരും ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തും. കാരണം പല മേഖലയിലും നിരവധി മാറ്റങ്ങളാണ് സർക്കാർ പുതിയ സാമ്പത്തിക വർഷത്തിന് നൽകുന്നത്. ഇത്തരത്തിൽ ഇന്നു മുതൽ രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങളിലാണ് സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ആദായ നികുതി നിയമത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ഈ സാമ്പത്തിക വർഷം മുതൽ ആദായ നികുതിയിൽ സാമ്പത്തിക വർഷം, അസസ്മെന്റ് വർഷം, പ്രീവിയസ് ഇയർ എന്നീ പ്രയോഗങ്ങൾ ഉണ്ടാവില്ല. ഇതിനു പകരമായി ടാക്സ് ഇയർ മാത്രമാവും ഉണ്ടാവുക. ആളുകളിലെ ആശയക്കുഴപ്പം നീക്കം ചെയ്യാനാണ് ഇത്തരത്തിൽ ഒരൊറ്റ പ്രയോഗത്തിലേക്ക് മാറ്റുന്നത്. കൂടാതെ ഈ പുതിയ നികുതി നിയമപ്രകാരം ഒരു വർഷം 12 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്നവർക്ക് നികുതി ബാധകമല്ല. ഒപ്പം തന്നെ സ്വർണ്ണ പണയം സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ പരിഷ്കാര ചട്ടവും ഇനി മുതൽ പ്രാബല്യത്തിലാവും. അതായത് 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 85% വരെ വായ്പയായി ലഭിക്കും. കൂടാതെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 80%വും 5 ലക്ഷത്തിനു മുകളിൽ 75% എന്ന പരിധിയും ബാധകമാവും. ഇനി പാൻ കാർഡിന്റെ കാര്യം നോക്കിയാൽ പാൻ കാർഡ് നൽകുന്നതിലും ഇളവുകളുണ്ട്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്കും 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാഹനം വാങ്ങുന്നതിനും മാത്രമേ പാൻ കാർഡ് നിർബന്ധമാക്കൂ. കൂടാതെ ബാങ്ക് നിക്ഷേപങ്ങളിൽ വാർഷികമായി 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാത്രമേ പാൻ ആവശ്യമായി വരൂ എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇനി അലവൻസ് പരിശോധിച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ അലവൻസ് പ്രതിമാസം 100 രൂപയിൽ നിന്നും 300 രൂപയാക്കി ഉയർത്തുകയും ഹോസ്റ്റൽ അലവൻസ് 300 രൂപയിൽ നിന്ന് 900 രൂപയായും വർദ്ധിപ്പിച്ചു. കൂടാതെ വാർഷിക ഫാസ്ടാഗ് നിരക്കിലും വർധനവുണ്ട്. 3000 രൂപയിൽ നിന്നും 3075 രൂപയായാണ് വർധനവ്. മാത്രമല്ല ദേശീയ പാതകളിലെ ടോൾ പ്ലാസുകളിൽ ഡിജിറ്റൽ ഇടപാടുകൾ മാത്രമേ ഇനി അനുവദിക്കുകയുള്ളൂ. ഇനി ബാങ്കിംഗ് മേഖലയിലേക്ക് നോക്കിയാൽ ഇവിടെ ബാങ്കിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി. എല്ലാ ഡിജിറ്റൽ ഇടപാടുകൾക്കും 2 ഫാക്ടർ ഒതന്റിക്കേഷൻ നിർബന്ധമാക്കി. കൂടാതെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾക്ക് കൂടുതൽ സേവനങ്ങളും ലഭ്യമാവും. മാത്രമല്ല മരിച്ചവരുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക ലളിതമായ നടപടിക്രമങ്ങളിലൂടെ അവകാശികൾക്ക് നൽകുന്നതിനുള്ള ചട്ടങ്ങളും പുതുക്കിയിട്ടുണ്ട്. കൂടാതെ ATM സർവീസ് ചാർജുകളിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള ഈടില്ലാത്ത വായ്പാ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഇതുവരെ OTP മാത്രമായിരുന്നല്ലോ വേണ്ടത്. എന്നാൽ ഇനി മുതൽ പിൻ നമ്പർ, ഫിംഗർ പ്രിന്റ് എന്നിവ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷൻ നോക്കിയാൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് ലഭിക്കില്ലായിരുന്നു. എന്നാൽ അതിപ്പോൾ 8 മണിക്കൂറായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് 8 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ റീഫണ്ട് ലഭിക്കുകയില്ല. എന്തായാലും പുതിയ സാമ്പത്തിക വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെയാണ് പല മേഖലയിലും കൊണ്ടുവന്നിട്ടുള്ളത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും പശ്ചിമേഷ്യൻ സംഘർഷവും കഴിഞ്ഞ വർഷത്തെ പിടിച്ചു കുലുക്കിയ സാഹചര്യത്തിലാണ് ഈ സാമ്പത്തിക വർഷത്തിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. എന്നിരുന്നാലും ഇനി ഈ മാറ്റങ്ങൾ ജനങ്ങൾ ഏതു രീതിയിലൊക്കെയാവും നോക്കിക്കാണുന്നതെന്ന് മുൻപോട്ട് പോകവേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.